ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ഹാലോവീൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും ഹാലോവീൻ ഡെക്കറേഷൻസ്, ആനിമാട്രോണിക്സ് ടോയ്സും എല്ലാം വാങ്ങിച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങിയല്ലേ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മാഡ്രിഡിലാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും കടകളുടെ ഫ്രണ്ടിലും ആനിമാട്രോണിക് ടോയ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് വെക്കാൻ വേണ്ടിയിട്ടും ഒരു ചെറിയ ആനിമാട്രോണിക് ടോയ് വാങ്ങിയായിരുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഇത് അത്ര വലിയൊരു ടോയ് അല്ലെങ്കിലും അത്യാവശ്യം ഒരു ജെം സ്കെയറിന് ഇത് മതിയാവും. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രണ്ടിൽ ഒരു ബട്ടൺ ഉണ്ട്, കണ്ടില്ലേ? ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെയുള്ള ടോയ്സിനെ, ആനിമാട്രോണിക് ടോയ്സിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരാൾ വരുന്ന സമയത്ത് അയാളെ ഡിറ്റക്ട് ചെയ്ത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് സർക്യൂട്ടായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ടോയെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിഗർ ചെയ്യണമെങ്കിൽ ഒരാൾ വരുന്നത് സെൻസ് ചെയ്യണം അല്ലേ. ഒരാൾ വരുന്നത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്ന ഒരു സെൻസറാണ് PIR സെൻസർ. അതുപോലെ ഈ ഒരു സെൻസറിനെ നമുക്ക് വേണമെങ്കിൽ ഒരു മൈക്രോ കൺട്രോളറിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഈ മൈക്രോ കൺട്രോളർ നമുക്ക് വില കൂടിയ ഓർഡിനോ ബോർഡ് തന്നെ വേണമെന്നില്ല, ഒരു സാധാ ഡിജിസ്പാർക്ക് മതിയാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ PIR സെൻസറും ഡിജിസ്പാർക്കുമായിരിക്കും നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം സർക്യൂട്ട് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് Altium എന്ന് പറയുന്ന ഒരു PCB ഡിസൈനർ സോഫ്റ്റ്വെയറിലാണ്. ഈ Altium ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. ഞാൻ സാധാരണ എല്ലാ പ്രോജക്റ്റിന് വേണ്ടിയിട്ടും സർക്യൂട്ട് വരയ്ക്കാനും അതുപോലെ PCB ഡിസൈൻ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ടൂളാണ് ഈ Altium. ഇതിനകത്ത് ഒരു ബിഗിനർ ആണെങ്കിലും ഒരു എക്സ്പേർട്ട് ആണെങ്കിലും സിമ്പിളായിട്ട് പല ടൈപ്പ് PCBs നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ടൂൾസ് ഇതിനകത്തുണ്ട്. അതുപോലെ ഈ Altium സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ കിട്ടുന്ന ഒരു സർവീസാണ് Altium 365. Altium 365 എന്ന് പറയുന്ന ഒരു ക്ലൗഡ് ബേസ്ഡ് സർവീസാണ്. ഈ ഒരു Altium 365 എന്ന് പറയുന്ന ഒരു സർവീസ് വെച്ചിട്ട് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഒരേ സമയം PCB ഡിസൈൻ ചെയ്യാനും നമ്മുടെ വർക്ക് ഷെയർ ചെയ്യാനും പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ഒരേ സമയം ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു PCB ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിയൽ ടൈമിൽ ചേഞ്ചസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് കാണാനും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ചെയ്ത മോഡിഫിക്കേഷൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് പറയാനും പറ്റും. ഇങ്ങനെ ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ടൂൾസും ഫങ്ഷൻസും ഉള്ള ടൂളാണ് Altium. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ID വെച്ചിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് 6 മാസത്തേക്ക് ഈ ഒരു ടൂൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിതിൻ്റെ ഫ്രീ ട്രയൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മുടെ സർക്യൂട്ട്. ഇവിടെ V1 എന്ന് പറയുന്ന പോയിന്റ് കണ്ടില്ലേ, അവിടെ ആയിരിക്കും നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. ആ ഇൻപുട്ട് വോൾട്ടേജിന് നമ്മൾ 7805 വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കൊടുക്കുന്നു. ഈ 7805 വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത് 7 to 32 വോൾട്ടിനെ ഒരു സ്റ്റഡി 5 വോൾട്ട് DC സപ്ലൈ ആയിട്ട് മാറ്റുന്നു. അതായിരിക്കും നമ്മൾ ബാക്കി കമ്പോണൻസിലേക്ക് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എളുപ്പത്തിന് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റർ LEDസും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ബാക്കി സർക്യൂട്ട് നോക്കാം. ഇവിടത്തെ ഈ കാണുന്നതാണ് ഡിജിസ്പാർക്ക് എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ. ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോർഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിന് അത്യാവശ്യം 5 GPIO പിൻസ് ഉണ്ട്. ഈ കാണുന്ന 5 GPIO പിൻസിൽ തന്നെ ഒരു അനലോഗ് പിന്നുണ്ട്, ബാക്കിയുള്ളതെല്ലാം ഡിജിറ്റൽ പിൻസാണ്. ഈ ഡിജിറ്റൽ പിൻസിൽ തന്നെ PWM സപ്പോർട്ട് ചെയ്യുന്ന പിൻസും ഉണ്ട്. ഈ ഒരു ബോർഡിനെ നമുക്ക് ഡയറക്റ്റ് USBയിൽ കണക്ട് ചെയ്തിട്ട് ആർഡിനോ IDE വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാം ചെയ്യുന്ന രീതി ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസർ എന്ന് പറയുന്നത്, മെയിൻ സെൻസർ എന്ന് പറയുന്നത് PIR സെൻസറാണ്. ഈ കാണുന്ന സെൻസറാണ് PIR സെൻസർ. ഈ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഹ്യൂമൻ മൂവ്മെൻറ്റ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന പോലെ തന്നെ ഇതിനകത്ത് മെയിനായിട്ട് 3 പിൻസാണുള്ളത്. ഒന്ന് VCC, ഒന്ന് ഗ്രൗണ്ട്, ഒന്ന് Vout. ഈ വോൾട്ടേജ് ഔട്ട് പിന്നായിരിക്കും നമ്മൾ ആർഡിനോയുടെ അല്ലെങ്കിൽ ഡിജിസ്പാർക്കിൻ്റെ ഇൻപുട്ട് പിൻ GPIO പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പിന് കുറച്ചുകൂടെ ഫങ്ഷനാലിറ്റി കൊടുക്കണമെങ്കിൽ, കുറച്ച് ലൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു LDRും കണക്ട് ചെയ്യാവുന്നതാണ്. ഈ LDRൻ്റെ ഒരെൻഡിൽ നമ്മളൊരു പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് LDRൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ മുകളിലൊരു ബസറും ഉണ്ട്. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ബ്രെഡ് ബോർഡിൽ ചെയ്തു നോക്കുക. എന്നിട്ട് ആ ബ്രെഡ് ബോർഡായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു PCB ഉണ്ടാക്കാം. PCBയിൽ ചെയ്യുകയാണെങ്കിൽ കണക്ഷൻസ് എല്ലാം നീറ്റായിരിക്കും, എല്ലാം പെർമനൻറ്റ് കണക്ഷൻസ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ PCB ആണ് പ്രിഫർ ചെയ്യുന്നത്. PCB ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ Altium സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാവുന്നതാണ്. പല ടൈപ്പ് PCB നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും.
PCB കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ബാക്കി കമ്പോണൻസ് എല്ലാം സോൾഡർ ചെയ്യാം. ഇതിനകത്ത് ഡിജിസ്പാർക്കും PIR സെൻസറും കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പിന്ന് മാറിപ്പോവാതെ സൂക്ഷിക്കുക. കറക്റ്റ് പിന്നൗട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കുക. നമ്മുടെ സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് കമ്പോണൻസ് ഉള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ഇനി ഈ ഒരു ഡിജിസ്പാർക്കിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ഡിജിസ്പാർക്ക് എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിനെ പ്രോഗ്രാം ചെയ്യുന്ന ഓർഡിനോ മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യുന്ന പോലെയല്ല, ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. ഇനി നമുക്ക് കോഡ് നോക്കാം. ഈ കോഡ് വളരെ സിമ്പിളാണ്. നമ്മുടെ ഡിജിസ്പാർക്കിൻ്റെ പിൻ 0 എന്ന് പറയുന്നത് ഇൻപുട്ട് പിന്നാണ്. ഈ ഇൻപുട്ട് പിന്നിലാണ് നമ്മൾ PIR സെൻസറിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ PIR സെൻസർ ഏതെങ്കിലും ഒരു ഹ്യൂമൻ്റെ മോഷൻ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ആ പിന്നിൻ്റെ വാല്യൂ 5 വോൾട്ട് ആവും, അല്ലെങ്കിൽ 1 ആവും. 1 ആവുന്ന സമയത്ത് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന റിലേ ടേൺ ഓൺ ചെയ്യും, ഇല്ലെങ്കിൽ ഓഫ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സിമ്പിളായിട്ട് കോഡ് നമ്മുടെ ഡിജിസ്പാർക്കിലേക്ക് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് പവർ അഡാപ്റ്റർ നമ്മുടെ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ 2 ഇൻഡിക്കേറ്റർ LEDs കത്തുകയാണെങ്കിൽ നമ്മുടെ ബോർഡ് പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ ഒരു കാര്യം കൂടെ ചെയ്യാവുള്ളൂ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സർക്യൂട്ട് നമ്മുടെ ഹാലോവീൻ ഡെക്കറേഷൻ അല്ലെങ്കിൽ പ്രോപ്പിൽ കണക്ട് ചെയ്യണം. അതെങ്ങനെ കണക്ട് ചെയ്യും? ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എൻ്റർലി നിങ്ങളുടെ പ്രോപ്പ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്രോപ്പിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബട്ടൺ റീപ്ലേസ് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ പക്ഷേ ഈ പ്രോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ബട്ടൺ ഊരാതെ തന്നെ ഇതിൻ്റെ ബാക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ റിലേയുടെ കണക്ഷൻ ഞാൻ ഇതിൻ്റെ ബാക്കിലൂടെ ഈ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജും കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു സർക്യൂട്ടിൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു ബോർഡ് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ പ്രോജക്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു മുഴുവൻ സാധനത്തിന് ആൾക്കാർ വരുന്ന എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കഴിയുന്നതും PIR സെൻസർ ഇതിൻ്റെ ഇടയിൽ വരാതെ കുറച്ച് എക്സ്പോസ്ഡ് ആയിരിക്കണം, എങ്കിലേ ആൾക്കാർ വരുന്നത് അതിന് സെൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഹാപ്പി ഹാലോവീൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.